പോലീസും കോടതിയും തോക്കുന്നിടത്ത് കൊടിഞ്ഞിപ്പള്ളി ജയിക്കുന്നു. അതാണ് കല്ലേഡിയോസ്കോപ്പിലെ ആദ്യ കാഴ്ച. അതായത് മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞിപ്പള്ളിയിൽ സത്യം ചെയ്താൽ ഏത് പ്രതിയെയും വെറുതെ വിടാമെന്ന് പോലീസും കോടതിയും വിശ്വസിക്കുന്നു. ഇവിടെ ഒരു കള്ളസത്യം ചെയ്താൽ അവന്റെ ഗതി അധോഗതിയാകുമെന്നും പള്ളിയുടെ ചരിത്രം പറയുന്നു. അങ്ങനെ പോലീസും കോടതിയുമെല്ലാം അഭയം പ്രാപിക്കുന്ന കൊടിഞ്ഞിപ്പള്ളിയിലെ വിശ്വാസത്തിന്റെ ചരിത്രമാണ് ഈ ആഴ്ച കല്ലേഡിയോസ്കോപ്പ് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സത്യമുള്ള പള്ളിയാണിത്. മമ്പറത്ത് തങ്ങൾ സ്ഥാപിച്ച തിരൂരങ്ങാടി കൊടിഞ്ഞിപ്പള്ളി. പോലീസും കോടതിയും പ്രതിസന്ധിയിലാകുന്ന പല കേസുകൾക്കും ഇവിടെ വിശ്വാസം തീർത്തു കൽപ്പിക്കുന്നു. പരാതിക്കാരനും ആരോപണ വിധേയനായ പ്രതിക്കും കൊടിഞ്ഞി പഴയ ജുമാ മസ്ജിദിലെ സത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പ്രശ്നം പറഞ്ഞു തീർക്കാം. പള്ളിയിലെത്തി വിശുദ്ധ ഗ്രന്ഥം തൊട്ട് ദൈവത്തെ ആണയിട്ട് സത്യവാചകം ചൊല്ലിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പാലക്കാട്ടെ ചിറ്റൂരുള്ള ഒരു വീട്ടിൽ നിന്നും 35,000 രൂപ കളവ് പോയി. വീട്ടിൽ പെയിന്റ് പണിക്ക് വന്ന തൊഴിലാളികൾ പണമെടുത്തുവെന്ന് വീട്ടുടമസ്ഥന് സംശയം. സംഭവം പോലീസ് കേസായെങ്കിലും വാദിയും പ്രതിയും മമ്പറത്ത് പള്ളിയിൽ സത്യം ബോധിപ്പിക്കാമെന്ന് പോലീസ് സ്റ്റേഷന് ധാരണയായി. തുടർന്ന് നടക്കുന്ന ചടങ്ങ് ഇങ്ങനെ. പരാതി പള്ളി കമ്മിറ്റി വിശദമായി കേൾക്കുന്നു. ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ച ശേഷം സത്യം ചെയ്യാൻ ആവശ്യപ്പെടും. ഹൈന്ദവ വിശ്വാസികളായ പെയിന്റ് പണിക്കാർ തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ദൈവത്തിനാണ് സത്യമിട്ടതോടെ പ്രശ്നം തീർന്നു. വീട്ടുടമസ്ഥൻ പരാതി പിൻവലിച്ചു. കുന്നത്ത് വീരാൻകുട്ടി മകൻ അബ്ദുറഹ്മാന്റെ വീട്ടിൽ അലമാരയുടെ അടിയിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപ അന്ന് പെയിന്റ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഞാൻ എടുക്കുകയോ മറ്റു വല്ലവരും എടുത്തതായി അറിയുകയില്ല എന്ന് ഈ കൊടിഞ്ഞി പഴയ ജമാഅത്ത് പള്ളിയിൽ വെച്ച് ദൈവത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു എന്ന് ദൈവത്തിൽ തന്നെയാണ്. കൊടിഞ്ഞിപ്പള്ളിയിലെ സത്യത്തിൽ ആരോപണ വിധേയർക്കും വിശ്വാസം. തങ്ങൾ ഇരുട്ടുകാലത്ത് വെളിച്ചം കാട്ടിക്കൊടുത്ത മഹാനാണ്. അദ്ദേഹത്തിന്റെ ശക്തി കൊടിഞ്ഞിപ്പള്ളിയിലും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ സത്യത്തിൽ വന്നത്. 250 വർഷം പഴക്കമുള്ള പള്ളി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് വിശ്വാസം. മതേതരത്വത്തിന്റെ പ്രതീകമായ പള്ളിയിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട്. പള്ളിയിൽ നടത്തുന്ന സത്യവാചകം കള്ളമാണെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും പള്ളി അധികൃതർ പറയുന്നു. കള്ളസത്യം ചെയ്ത് ഇവിടുന്നാണ് കയറിയാൽ മുമ്പ് തന്നെ ഒരു ഐതിഹ്യത്തില് ഇവിടുന്ന് തന്നെ ഒരു സ്ത്രീ വീണ് മരിച്ചതായിട്ട് ഒരു ചെട്ടി അടികൊണ്ട് സംഭവങ്ങൾ. പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു 5,000 രൂപേന്റെ പ്രശ്നത്തിന് കള്ളസത്യം ചെയ്തു. അവനെ ഭ്രാന്തായിട്ട് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ തന്നെ നമ്മളെ അനുഭവത്തിൽ തന്നെ ഇപ്പൊ ഞങ്ങൾക്കായതിനു ശേഷം തന്നെ പലതുണ്ടായി. അവിഹിത ഗർഭത്തെ ചൊല്ലി വരുന്ന തർക്കങ്ങൾക്കും പള്ളിയിൽ പരിഹാരമാകും. സത്യം ബോധ്യപ്പെടുത്തി ആണയിട്ടാൽ നിക്കാഹ് പള്ളിയിൽ തന്നെ നടത്തിക്കൊടുക്കും. നാട്ടിൻപുറങ്ങളിൽ ഒരാൾ ആരോപണ വിധേയനായാൽ അയാൾക്ക് മുന്നിൽ ഉയരുന്ന വെല്ലുവിളി ഇതാണ്: കൊടിഞ്ഞി മമ്പറം പള്ളിയിൽ പോയി സത്യം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന്. തുടർന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം വിശ്വാസത്തിന്റെ കോടതിയിൽ വാദം നടക്കും. കോടതിയിൽ നിന്നും മമ്പറം പള്ളിയിലേക്ക് സത്യം ചൊല്ലാൻ വിട്ട സംഭവങ്ങളുമുണ്ട്. പോലീസ് അകമ്പടിയോടെ ഇവിടെ എത്തുന്ന പ്രതികൾ സത്യം ചെയ്താൽ പരാതിക്കാരന് കേസിൽ നിന്ന് പിന്മാറാം. അങ്ങനെ നൂറ്റാണ്ടുകളായി മമ്പറത്തെ സത്യം ജയിക്കുന്നു. സത്യത്തിന്റെ മുഖം തീക്ഷ്ണവും തീവ്രവുമാണ്. ആ തീവ്രതയെ അറിയണമെങ്കിൽ കൊടിഞ്ഞി പള്ളിയിലെത്തിയാൽ മതി. കോടതി പോലും അംഗീകരിക്കുന്നതാണ് ഇവിടുത്തെ വിചാരണയും സത്യം ചെയ്യലും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ജാതി മതഭേദമന്യേ 100 കണക്കിന് ആളുകളാണ് ഓരോ ആഴ്ചയും കൊടിഞ്ഞി പള്ളിയിൽ സത്യം ചെയ്യാനായി എത്തുന്നത്.